ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വചനമായിട്ടാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു ഡ്യൂട്ടിയാണ് സുവിശേഷം പറയുക എന്നത്. മറ്റുള്ളവർ സുവിശേഷം പറയുന്നതും അതുപോലെ തന്നെ പാട്ട് പാടുന്നതും, ക്രിസ്തുവിന് വേണ്ടി പാട്ട് പാടുന്നതും, ക്രിസ്തുവിന് വേണ്ടി പാട്ട് എഴുതുന്നതും, കഥ എഴുതുന്നതും, പടം വരയ്ക്കുന്നതും ഒക്കെ നമ്മളുടെ ടാലൻ്റൊക്കെ ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനുപരി നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം എന്നത് അതിനേക്കാളും നല്ലതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. വചനാടിസ്ഥാനത്തിൽ ജീവിക്കുക എന്നത് അതിനേക്കാളും വലിയ പ്രാധാന്യമുണ്ട്. ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം പറയുന്നത്, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വക വിരോധമായി ഒരു ന്യായപ്രമാണം ഇല്ല എന്നതാണ്. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. ആദ്യത്തേത് പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹത്തിൻ്റെ ഫലം, സ്നേഹം എന്ന ഫലത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം വായിക്കുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ മനുഷ്യന്മാരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴുകുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനഭയം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതൊന്നുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുതുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, രോഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതർന്നു പോകുകയില്ല. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശം നീങ്ങിപ്പോകും, അംശമായി മാത്രം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായാലും വരുമ്പോഴോ അംശമായാലും നീങ്ങിപ്പോകും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അല്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ, സ്നേഹം വേണം നമുക്ക്. അതിന് ആദ്യം സെൽഫ് ലവ് വേണം. മനസ്സിലായി കാണില്ല ചിലവർക്ക്. യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത് വെച്ചാൽ, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ നിൻ്റെ ശത്രുക്കളെ സ്നേഹിക്കണം, അല്ലേ? അതിൽ കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിന്നെപ്പോലെ തന്നെ. അതിൻ്റെ അർത്ഥം ഞാൻ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ, എന്നെ സ്നേഹിച്ച് തുടങ്ങിയാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. എന്നെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുകയില്ല. എൻ്റെ കുറവുകളെ ഞാൻ ആദ്യം മനസ്സിലാക്കി അത് അംഗീകരിക്കാൻ പഠിക്കണം. അല്ലാതെ എൻ്റെ കർത്താവ് എന്നെ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ച് കർത്താവിനെ കുറ്റം പറഞ്ഞ് ഉള്ള ജീവിതം ഇല്ലാതാക്കിയാൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുകയില്ല. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സന്തോഷത്തെക്കുറിച്ചാണ്. സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് നമുക്ക് വരാൻ പറ്റുക?
മുടിയനായ പുത്രൻ്റെ ജീവിതം നമ്മുടെ മനസ്സിൽ വരും അല്ലേ. പാപങ്ങൾ വിട്ട് തൻ്റെ മകൻ വരുമ്പോൾ ആ അപ്പന് എത്രത്തോളം സന്തോഷമുണ്ടായിരിക്കും, അതുപോലെ നാം നമ്മുടെ പാപങ്ങൾ വിട്ട് മാനസാന്തരം വരുമ്പോൾ നമ്മുടെ യേശു ക്രിസ്തുവിന് എത്രത്തോളം സന്തോഷമുണ്ടാവും. അതുകൊണ്ട് നാം നമ്മുടെ പാപങ്ങൾ വിട്ട് മാനസാന്തരപ്പെടേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. ആണ്. നാം നമ്മുടെ പാപങ്ങൾ വിട്ട് മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കും എന്ന്. അതുകൊണ്ട് നാം ഇപ്പോഴത്തുള്ള കാര്യങ്ങൾ അങ്ങ് വിട്ടേക്കുക. ഇപ്പോൾ നമ്മൾ ചെറിയ തെറ്റ് ചെയ്യുക, അതിങ്ങി വിട്ട് ഇനി ആ തെറ്റ് ചെയ്യല്. ദൈവത്തോട് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇനി എനിക്ക് ഈ പാപത്തിന് മല്ലിട്ട് എനിക്ക് ജയിക്കാനുള്ള കരുത്ത് തരുന്നതാ. എനിക്ക് ഇനി വേണ്ട, എനിക്ക് ഈ കരുത്ത് തന്ന് എന്നെ ഈ പാപത്തിന് അതിജീവിക്കാനുള്ള കരുത്ത് തരുന്നതാ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ രണ്ടാമത് സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു. സമാധാനം. ഡിപ്രഷനിലോട്ട് പോകുന്ന വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾക്ക് തന്നെ അറിയാം, ചിലപ്പോൾ അയൽക്കാരുണ്ടായിരിക്കാം, മറ്റുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഓട്ടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ നിങ്ങൾ കൊണ്ടുവന്നാൽ ജീവിതം മാറും. പത്രോസിൻ്റെ ജീവിതം മാറി അല്ലേ, സക്കായിയുടെ ജീവിതവും മാറി. ഒന്ന് നോക്കൂ, പത്രോസ് രാത്രി മീൻ പിടിച്ചോ? ഇല്ല. വലകൾ എത്രത്തോളം കടലിൽ ഇറക്കി, എത്ര പ്രാവശ്യം ഇറക്കി, പക്ഷെ ഒരു മീനും കിട്ടിയില്ല. പക്ഷേ യേശു പത്രോസിൻ്റെ പടകിൽ കയറിയോ? അപ്പോൾ പടകിൽ കയറി നീ അവിടെ വലയിറക്കാൻ പറഞ്ഞു. പത്രോസ് കേട്ടു. പക്ഷെ അപ്പോൾ ഒരുപാട് മീൻ കൂട്ടം വന്നു അല്ലേ. പത്രോസിന് സന്തോഷമായി. പത്രോസിൻ്റെ ദൈവം വന്നപ്പോൾ എന്തൊക്കെ മാറ്റമാണ് വന്നത് നോക്ക്. സക്കായിയുടെ ജീവിതം അത് തന്നെ. സക്കായി തൻ തെറ്റ് തിരുത്തി ഞാൻ എന്തെങ്കിലും തെറ്റ് 2 മടങ്ങ് തിരികെ കൊടുക്കാനും പറഞ്ഞപ്പോൾ സക്കായിയുടെ വീട്ടിൽ യേശു കയറുന്ന അനുഭവം കണ്ടോ? ബൈബിളിലുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം വരണമെങ്കിൽ യേശു ക്രിസ്തു ഉണ്ടാവണം. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുത്തേ തീരൂ. ദീർഘക്ഷമയെക്കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ ദൈവം എത്രത്തോളം നമ്മളെ ക്ഷമിക്കുകയാണെന്ന് നോക്കണം. ദൈവം തൻ്റെ ശത്രുക്കളോട് ക്ഷമിച്ചു. പാപികളായി ഇന്നും ഇന്നലെയും ഇപ്പോഴും പാപം ചെയ്ത് എത്ര പേരുണ്ടാകും. ഈ വീഡിയോ കണ്ട് എത്ര പേര് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവയോട് മാനസാന്തരപ്പെട്ട് ദൈവമേ തെറ്റ് ചെയ്ത് പോയാണ് എന്നോട് ക്ഷമിക്കണമേ. ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. 70 വർത്തമല്ല 7 വർത്തമല്ല 70 വർത്തം ക്ഷമിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ നാം നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കണം. നാം നമ്മുടെ ശത്രുക്കളോട് ക്ഷമിച്ചില്ലെങ്കിൽ നമ്മുടെ പാപങ്ങളും ക്ഷമിക്കുകയില്ല അല്ലേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ക്ഷമ എന്നത് ഉണ്ടാവേണ്ട അത്യാവശ്യമാണ്.
ദയ. ദയയെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, എന്താ, എനിക്ക് ആഹാരം തന്നില്ല, അല്ലേ, എനിക്ക് വസ്ത്രം തന്നില്ല, ഞാൻ അങ്ങനെ പറയുന്ന ഒരു വാക്യമുണ്ടല്ലേ നമ്മുടെ ബൈബിളിൽ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്യാരക്ടർ നല്ല ദൈവത്തിന് വേണ്ടി വിട്ടു കൊടുക്കണം. നമ്മുടെ ക്യാരക്ടർ നല്ലതാണെങ്കിൽ ഉയരത്തിലെത്തും. നമ്മുടെ ക്യാരക്ടർ മോശമാണെങ്കിൽ നമ്മൾ തന്നെ കുരി ഉണ്ടാക്കി ലാസ്റ്റ് കുരിയിലേക്ക് ചാടും. അതുകൊണ്ട് നമ്മുടെ ക്യാരക്ടറിൽ ദയ എന്ന ക്യാരക്ടർ ഉണ്ടാവണം. മോശമായ ക്യാരക്ടർ അങ്ങ് കളയണം. കേട്ടോ? പരോപകാരത്തെക്കുറിച്ച് നോക്കുമ്പോൾ നല്ല ശമരിയക്കാരൻ്റെ കഥ നമ്മുടെ ഓർമ്മ വരുമല്ലേ. കള്ളന്മാരുടെ അടിയും ഇടിയും കിട്ടി അവസാനം എന്താ, വഴിയിൽ കിടക്കുന്ന ആ കച്ചവടക്കാരൻ ഓർമ്മയില്ലേ? അവസാനം നല്ല ശമരിയക്കാരൻ പരോപകാരക്കാരനും ജീവിതത്തിൽ വന്ന ആ കച്ചവടക്കാരന്. അതുപോലെ നാമും ആ നല്ല ശമരിയക്കാരനാവണം ജീവിതത്തിൽ. അങ്ങനത്തെ നല്ല ശമരിയക്കാരനെ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ ഞാനും നീയും ആവാൻ ദൈവം സഹായിക്കട്ടെ. വിശ്വസ്തത. നാം ദൈവത്തോട് വിശ്വസ്തത കാണിക്കണം. യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. നാം ദൈവത്തോട് വിശ്വസ്തത കാണിച്ച് മരണം വരെയും വിശ്വസ്തത കാണിക്കേണ്ട അവകാശം നമുക്കുള്ളതാണ്. നാം ലോകത്തിന് വേണ്ടി, കുറച്ച് കാശിന് വേണ്ടിയും കുറച്ച് പ്രശസ്തിക്കും വേണ്ടി ദൈവത്തെ കളയല്. അത് അവസാനം നമുക്ക് തലവേദനയായി മാറും. അതുകൊണ്ട് നാം ജീവിത അവസാനം വരെ വിശ്വസ്തത പോരാളിയായി കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. സൗമ്യത. സൗമ്യതയെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറവുകളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ ആരെയും കളിയാക്കാനോ ആരെയും വഴക്ക് പറയാനോ ഒന്നും പോവരുത്. ഇപ്പോൾ മോശമായ ഡ്രസ്സിൻ്റെ പേരിൽ ആരെയും മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ മോശമായ സാഹചര്യം കാരണം ആരെയും മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ മോശമായ വീട്ടിൽ കയറാതിരിക്കുകയോ ചെയ്യരുത്. നമ്മൾ സൗമ്യമായി എല്ലാ കാര്യങ്ങൾ സൗമ്യത്തോടെ പെരുമാറാൻ പഠിക്കുക. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ കുഷ്ഠരോഗികളെ മാറ്റി നിർത്തിയ കാലഘട്ടത്തിൽ പോലും കുഷ്ഠരോഗിയെ ചേർത്ത് നിർത്തി അവരെ സൗഖ്യമാക്കിയത് യേശുവാണ്, നമ്മുടെ ദൈവം. ആ സൗമ്യത നമുക്ക് ഉണ്ടാവണം. കുഷ്ഠരോഗി യേശു ക്രിസ്തുവിൻ്റെ ഡ്രസ്സ് തൊട്ട് സൗഖ്യമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ സൗമ്യത എന്ന മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സൗമ്യത എന്നാൽ നാം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുമെന്നത് തീർച്ചയാണ്. അവസാനത്തേതാണ് ഇന്ദ്രിയ ജയം. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നത് ചിലപ്പോൾ നമ്മളെ ചതിച്ച കൂട്ടുകാരനായിരിക്കാം, ഗോലിയാറ്റായിരിക്കാം. നമുക്ക് നേരെ
നമ്മുടെ വിശ്വാസത്തിനെതിരെയായിരിക്കാം അവർ ചൂഷണം നിൽക്കുന്നത്. എന്നാലും നമ്മുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ പിന്നെ ആരെയാണ് പേടിക്കേണ്ടത്? നമ്മുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പോരാടും അല്ലേ? നാം ദൈവത്തോട് കൂടെ നിൽക്കണം, നിന്നാൽ മാത്രം മതി, എല്ലാം ശരിയാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയി. ഇതുവരെ നമ്മൾ ഈ വീഡിയോ കണ്ട് ഇതുവരെ ഉള്ള ഈ വീഡിയോ കണ്ടതിൽ ചിലർ ഇതുവരെ കള്ള ക്രിസ്ത്യാനിയായിട്ടായിരിക്കും ജീവിച്ചത്. ഇനിയെങ്കിലും ശരിയായി ജീവിക്കാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കണമേനാഥ. ദുരാത്മാവിൻ്റെ ഫലങ്ങൾ അങ്ങേ നമ്മളിൽ നിന്ന് മാറ്റി കളയണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇനിയുള്ള കാലം അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മളെ നടത്തണമേ. ആമേൻ.